നമ്മളങ്ങനെ സിംഗപ്പൂർ ചങ്കി എയർപോർട്ടിലെത്തിയിട്ടോ. സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു എയർപോർട്ടാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. സിംഗപ്പൂർ ജ്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാർക്കും കുറേ ബട്ടർഫ്ലൈ പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഞങ്ങൾ ഇറങ്ങിയ ടെർമിനലിലായിരുന്നില്ല കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ പരിപാടി ഒരു ലഞ്ച് കഴിക്കണം. ഉച്ചൻ്റെ നേരമായിരുന്നു. അത് കാരണം തന്നെ ഒരു ലഞ്ച് കഴിക്കാൻ ലിറ്റിൽ ഇന്ത്യയിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അറിയോ ഇതിൻ്റെ ടൗണിലൊക്കെ കാണാൻ. ഫുള്ള് സിറ്റി കംപ്ലീറ്റ് നടുക്ക് ഇങ്ങനെ പൂക്കളാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേറ്റഡ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കാൻസാമ്മ എന്ന് പറഞ്ഞ ഒരു തന്തൂരി, നോർത്ത് ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ലിറ്റിൽ ഇന്ത്യയിൽ ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടെ ഒരുപാട് ഇന്ത്യൻസാണ്. ഇന്ത്യൻസിന് വേണ്ടിയുള്ള കുറേ ഷോപ്പിംഗ് പ്രോഡക്ട്സും ഒരുപാട് ഹോട്ടലുകളും കഫേകളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലും ഇത്ര ടേസ്റ്റുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടില്ല. നമ്മൾ കേരളത്തിലൊന്നും പോയാൽ ഇത്ര ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാനേ പറ്റില്ല. നമ്മളെ പനീർ ബട്ടർ മസാലയും ചിക്കൻ ടിക്ക മസാലയും ബട്ടർ നാനൊക്കെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് കിട്ടും. നമ്മളവിടെ നിന്നൊക്കെ എത്ര നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയാലും ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി ടിക്ക ഒക്കെ കിട്ടിയിട്ടോ, ചിക്കൻ ടിക്ക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഗ്രാൻഡായിട്ട് കഴിച്ചിട്ട് നമ്മൾ മെർക്യൂറി ട്രൈവിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ച ഹോട്ടലും അതേ ലിറ്റിൽ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. അവിടെ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഗാർഡൻസ് ബൈ ദ ബേ കാണാനാണ് കേട്ടോ. ഈ ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി ഗാർഡനാണ്. അത് നമ്മളെ ഈ ദുബായിൽ മിറാക്കിൾ ഗാർഡനൊക്കെ അല്ലേ, ആ മിറാക്കിൾ ഗാർഡനൊക്കെ പോലെ ഒരുപാട് പൂക്കളും കൊണ്ടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് ഈ ഗാർഡൻസ് ബൈ ദ ബേ എന്നുള്ള ഈ ചിത്രങ്ങളൊക്കെ കാണിക്കുമ്പോൾ കാണുന്ന ഈ ഐക്കോണിക് ആയിട്ടുള്ളൊരു ലാൻഡ് മാർക്കാണ് ഈ വട്ടത്തിലുള്ള കുറേ ഇങ്ങനെ പില്ലേഴ്സ് പോലെയുള്ളത് കേട്ടോ. അവിടെ വൈകുന്നേരം 7:30 ഒരു ഷോയൊക്കെ ഉണ്ട്. ഈ പില്ലേഴ്സിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ആദ്യം തന്നെ എൻട്രി ടിക്കറ്റൊക്കെ ഓൺലൈൻ എടുത്തത് കാരണം ക്യൂ ഒന്നുമില്ല. അവിടെ ഡയറക്റ്റ്ലി നമുക്ക് ആ ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഉള്ളിൽ കയറാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറേ പൂക്കളും ആ പൂക്കളുടെ കളറുകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടറൊക്കെ വെച്ച് ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും ജുറാസിക് വേൾഡുമാണ് കാണാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്ലവർ ഡോമിൻ്റെ ഉള്ളിലെത്തി. ഫുള്ളിങ്ങനെ ഓർക്കിഡ്സ് കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ കമാനം പോലെയൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ടും ഒരുപാട് ഓർക്കിഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓർക്കിഡ്സ് കേട്ടോ, പല പല നിറത്തിലുള്ള ഓർക്കിഡ്സാണ് മെയിൻലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് ബോർഡൊക്കെ കണ്ടു. ഈ ഓർക്കിഡ് എക്സ്ട്രാവഗൻസ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ പോലെയൊക്കെ നടക്കുകയാണ് കേട്ടോ ഈ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. അത് കാരണം തോന്നുന്നു ഇത്ര അധികം ഓർക്കിഡ്സ്, വൈറ്റും പിങ്കും ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ളതും ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള ഓർക്കിഡ്സ് കേട്ടോ. ഇങ്ങനെ സ്പ്രിങ്ങിലും സമ്മറിലും ഓരോ സീസണിലും ഈ ചെടികൾ എങ്ങനെ ഇരിക്കുന്നൊക്കെ കുറേ ബോർഡുകളും ബാനറുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ റോസൊക്കെ പോലെ ഉണ്ട് കാണാൻ. പക്ഷേ ഇലയൊന്നും കണ്ട റോസല്ല, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തോന്നിയതുകൊണ്ടൊരു വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ചെടികൾ നല്ല ഭംഗിയിൽ നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. നമ്മളെ സിംഗപ്പൂർ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് കേട്ടോ ഇത്രയും വലിയ ഈ ഗാർഡൻ. ഒരുപാട് ടൈപ്പ് പൂക്കളുണ്ട് ഇങ്ങനെ ഓരോ ഏരിയയിലതുകൊണ്ട്. കണ്ടോ സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ. അതിൽ പൂക്കളൊക്കെ കുറവാണ്. നമ്മുടെ കോളാമ്പി പൂവില്ലേ, നമ്മുടെ സാധാരണ നാട്ടിലുണ്ടാവുന്ന പോലത്തെ കുറച്ച് കോളാമ്പി പൂവും കുറേ വലിയ കാട്ടുചെടികളൊക്കെ പോലെ തോന്നുന്ന ഒരു ഏരിയയാണ് ഈ സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ. അങ്ങനെ ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്, സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ ഉണ്ട്, കുറേ റീജിയൻസിലെ ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പല പല നിറത്തിലുള്ള പൂക്കളും നല്ല ഭംഗിയുണ്ട്. പൂക്കളും ഗാർഡൻസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ ഗാർഡൻസ് ബൈ ദ ബേ. അത്യാവശ്യം നല്ല എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട്. കണ്ടോ കുറേ മൊസാണ്ട പോലത്തെ, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മൊസാണ്ട പോലത്തെ കുറേ പൂക്കൾ, പിന്നെ ഒരുപാട് കളറിലുള്ള റോസുകളുണ്ട്, കുറേ ടൈപ്പ് ഓർക്കിഡ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള ലീഫ് മാത്രമുള്ള കുറേ ചെടികളും പിന്നെ നമ്മുടെ തെച്ചിപ്പൂവൊക്കെ പോലത്തെ കുറേ ചെടികളുണ്ട്. ഒരുപാട് ടൈപ്പ് റോസുകളുണ്ട്. ഇത് കണ്ടോ ലോവർ ഹാഫ് ബോഡി ഇല്ലാത്ത ഒരു കയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്ന 3 പ്രതിമകളും ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയി തോന്നി കേട്ടോ ഈ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ കൈ കുത്തി നിൽക്കുന്നത്. അങ്ങനെ ഫുള്ള് പച്ചപ്പാണ് ഈ ടൗൺ. സിംഗപ്പൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിറ്റിയാണ്, നല്ല ടൗണുമാണ്, ഒരു വെൽ പ്ലാൻഡ് സിറ്റിയാണ്. അതിൻ്റെ നടുക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് കണ്ണിന് കുളിർമയും ഒരു നല്ല തണുപ്പും ആശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടി ഫുള്ള് ഇങ്ങനെ ഒരു ഗാർഡനും ഫോറസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ഈ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രിങ്ക്ലിങ്ങുണ്ട്. അങ്ങനെ ഈ ഓർക്കിഡ് എക്സ്ട്രാവഗൻസയുടെ ബോർഡൊക്കെ ഇടക്കിടക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ ഒരുപാട് ടൈപ്പ് ഓർക്കിഡ്സ് കണ്ടോ, പല പല കളറിൽ ഒരുപാട് കളറിലുണ്ട് കേട്ടോ. അധികം ഒരു വയലറ്റിൻ്റെ കളർ കോമ്പിനേഷൻ, വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയും പിങ്കിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻസിലാണ് അധികം കണ്ടത്. പിന്നെ കുറേ യെല്ലോയും ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ പല പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. ഫോറിനേഴ്സൊന്നും അവിടുന്ന് മാറുന്നേ ഇല്ല, ഫുള്ള് അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ ഇത് കണ്ടോ നല്ല കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, യെല്ലോ,
ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഒരുപാടെണ്ണം ഇത് കണ്ട കുറേ ഓർക്കിഡ്സ് ഇങ്ങനെ ഒരു വലിയ ഡോം പോലെ നമ്മൾ ഫ്രണ്ടിൽ ഗാർഡൻസ് ബൈ ദ ബേൻ്റെ ആ പില്ലർ കണ്ടില്ലേ ആ ഷേപ്പിലൊക്കെ ഇങ്ങനെ ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പൂക്കളില്ലാത്ത മെയിൻലി ഗ്രീനായിട്ട് കാണുന്നത് കുറേ എണ്ണം. പിന്നെ ഇതൊക്കെ റോസുകൾ, ഒരുപാട് റോസുകളുണ്ട്, വൈറ്റ് റോസും പിന്നെ നമ്മൾ ലൈറ്റ് പിങ്ക്, അങ്ങനെ ഒരുപാട് ടൈപ്പ് റോസുകളും ഓർക്കിഡ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു ഗാർഡൻ. ഏകദേശം നമ്മുടെ ദുബായിലെ മിറാക്കിൾ ഗാർഡൻ്റെ ഒക്കെ പോലെ വരും കാണാൻ കേട്ടോ. ഇങ്ങനെ ഒരു ടൗൺ സിറ്റിയുടെ നടുക്ക് ഒരു ഗാർഡൻ. ദുബായിലും അങ്ങനെയാണല്ലോ, ഒരു ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് സിറ്റിയുടെ നടുക്ക് ഒരു മിറാക്കിൾ പോലെയുള്ളൊരു ഗാർഡൻ. അതുപോലെയാണ് ഇത് സിംഗപ്പൂരിലെ ഗാർഡൻസ് ബൈ ദ ബേ. അങ്ങനെ നല്ല കണ്ണിന് കുളിർമയുള്ള കുറേ പൂക്കളും ചെടികളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഏകദേശം ഈ ഗാർഡൻസ് ബൈ ദ ബേ കഴിയാറായിട്ടോ. ഗാർഡൻസ് ബൈ ദ ബേ കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എക്സിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് കയറാൻ പറ്റും. ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും. അതിൽ പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ കൂടി വേണം പോകാൻ. ഇതിൻ്റെ എക്സിറ്റിലാണ് ഈ ഷോപ്പിംഗ് ഏരിയ ഉള്ളത് കേട്ടോ. ഒരുപാട് മാലകളും ഒക്കെ പൂക്കളാണ് കേട്ടോ. ഈ ഗാർഡൻസ് ബൈ ദ ബേയിലെ കുറേ ഓർക്കിഡ്സിൻ്റെ ഷേപ്പിലുള്ള കുറേ ഓർക്കിഡ്സ് കൊണ്ടുള്ള ആ ഒരു ഡിസൈനിലുള്ള കുറേ കമ്മലുകൾ, മാലകൾ, പിന്നെ കുറേ ക്യൂരിയോസ് സാധനങ്ങളും, പിന്നെ ഗാർഡൻസ് ബൈ ദ ബേ നേടിയ ഒരുപാട് ടീഷർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏത് നാട്ടിൽ പോയാലും അതിൻ്റേതായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നവരും സൂക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത് കുറേ വാങ്ങിക്കൊണ്ടുപോകാൻ. ഇങ്ങനെ ഒരുപാട് ടോയ്സ് ഉണ്ട്. ഇവിടെയുള്ള ഡൈനോസറുകളുടെയൊക്കെ കുറേ ടോയ്സ്. ഇനി ജുറാസിക് വേൾഡൊക്കെ ഉണ്ട് നമ്മുടെ ഈ ക്ലൗഡ് ഫോറസ്റ്റിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഷേപ്പിലുള്ള കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ പോലത്തെ സാധനങ്ങളും പിന്നെ കുറേ ക്യൂരിയോസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോ ഫ്രെയിംസും പിന്നെ ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഈ ഓർക്കിഡ്സിനെ ഫുള്ളിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലുകളുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള വാച്ചൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് സാധനം കാണാൻ. അതുപോലെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയിലാക്കി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ നമുക്ക് ഈ ക്ലൗഡ് ഫോറസ്റ്റിലും അതിൻ്റെ ജുറാസിക് വേൾഡിലൊക്കെ കയറാട്ടോ. അത് ഭയങ്കര തണുപ്പും നല്ല ഒരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ഫുൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയേക്കാണ് ഈ സിംഗപ്പൂർ ടൗണിൻ്റെ നടുക്ക്. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും നല്ല അടിപൊളിയാണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കാട്ടിക്കൊക്കെ കയറിയൊരു ഫീലാണ് കിട്ടുക. നന്നായി ഇങ്ങനെ പല പല സ്ഥലത്തുനിന്ന് പല പല ലെവലിൽ നിന്നായിട്ട് ഈ വെള്ളച്ചാട്ടമുണ്ട്. ഫുള്ളൊരു ഫോറസ്റ്റാണ്. ഏകദേശം നമ്മൾ ഈ ജുറാസിക് വേൾഡ്, നമ്മളെ പഴയ മൂവി സെറ്റിംഗ് ഉണ്ടല്ലോ ജുറാസിക് വേൾഡിൻ്റെ, ആ സെറ്റിംഗ് ഒക്കെ കണ്ട പോലത്തെ ഒരു തോന്നലാണ് നമുക്ക് വരിക. ഒരുപാട് ഡൈനോസേഴ്സ് ഉണ്ട് കേട്ടോ. ഡൈനോസേഴ്സ് ഫുള്ള് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തല ഇളക്കണതും അങ്ങനെ ഓരോന്ന് ഇളക്കിയും മൂവി ഇതൊക്കെ പല പല ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ ജുറാസിക് വേൾഡിലും അവർ ആ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന കാലത്തുള്ള പോലത്തെ ആ കുറേ പ്ലാന്റ്സും കുറേ കാടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെന്താ കഴിക്കുക എന്നുള്ളതും ഈ ഓരോ ഡൈനോസേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇവരെത്ര ടണ്ണ് ഈ ഗ്രീൻ ലീവ്സ് കഴിക്കും, ഒരു ദിവസം തന്നെ 250 ടണ്ണൊക്കെയാണ് ഇപ്പോൾ കാണിച്ച് ഈ ഡൈനോസർ കഴിക്കുന്നതാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും എന്ന് കാലത്താണ് ജീവിച്ചിരുന്നതെന്നുള്ളത് എല്ലാം അതവിടെ ബോർഡാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടോ അങ്ങനെ ഫുള്ളിങ്ങനെ ഇങ്ങനെ വരികയാണ്. എന്തോ ഒരു സാധനം ഇട്ടേക്കാൻ തോന്നുന്നു. ഫുൾ ഒന്നായിട്ട് പുകയും ഫ്യൂമൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു നല്ല നല്ല വൈബുള്ള ഒരു ഏരിയയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്ലൗഡ് ഫോറസ്റ്റിൽ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ക്ലൗഡ് ഫോറസ്റ്റ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഈ ഫുള്ള് അതെ ഗാർഡൻസ് ബൈ ദ ബേ കംപ്ലീറ്റ് നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഇത് കണ്ടോ ക്ലൗഡ് ഫോറസ്റ്റിലെ ജുറാസിക് വേൾഡിൽ ഒരു ഡേഞ്ചർ എന്നൊക്കെ എഴുതിയ പെട്ടിൻ്റെ ഉള്ളിലും തലയൊക്കെ ഇളക്കി കൊണ്ട് നിൽക്കണ ഒരു ഡൈനോനെ കാണാം നമുക്ക്. എന്നിട്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ക്ലൗഡ് വാക്കും ഒരു ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാം കേട്ടോ. പിന്നെ ലോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ലോസ്റ്റ് വേൾഡ് എന്നുള്ള സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിൽ കുറേ പിക്ചർ പ്ലാന്റ് കാണാം. ഈ പിക്ചർ പ്ലാന്റ് ഇല്ലേ, ഈ കാർണിവോറസ് പ്ലാന്റ്, ഈ ചേനയും പാറ്റേനെയൊക്കെ തിന്നണ പിക്ചർ പ്ലാന്റ്, എല്ലാ ഇൻസെക്ട്സും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടപ്പടഞ്ഞിട്ട് അതിൻ്റെ ലിഡ് വന്ന് ക്ലോസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് എൻസൈമൊക്കെ വന്നിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ബോട്ടണിയിൽ പണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പിക്ചർ പ്ലാന്റ് ഇഷ്ടം പോലെ അവിടെ നിറയെ ഉണ്ട്. കൊലയായിട്ടിങ്ങനെ പിക്ചർ പ്ലാന്റിൻ്റെ ആ പിക്ചറുകൾ നമുക്കിങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട് മുകളിൽ, നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കൾ, ഇങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ കുറേ പൂക്കളും പിന്നെ കുറേ നാച്ചുറൽ പൂക്കളും പിന്നെ ആ പിക്ചർ പ്ലാന്റുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഗാർഡനാണ് ഏറ്റവും മുകളിലുള്ളത് കേട്ടോ. കണ്ടോ എത്രങ്ങാനും പിക്ചർ പ്ലാന്റ്, ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്, കാർണിവോറസ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്നൊക്കെ. ഇത് കണ്ടില്ലേ എത്ര വലിയ സൈസാന്ന് നോക്കുക. അതിൻ്റെ അടപ്പും കണ്ടില്ലേ, ഇങ്ങനെ അടക്കാനും തുറക്കാനൊക്കെ പറ്റണ എന്തെങ്കിലും ജീവിയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആ അടപ്പടയും. പിന്നെ നമുക്ക് ഈ ക്ലൗഡ് വാക്ക് എന്നൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നാൽ നമുക്ക് ഈ സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കായ ആ മറീന ബേ സാൻഡ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ സൺസെറ്റിൻ്റെ ഒക്കെ സമയമായി കഴിഞ്ഞാൽ ഈ മറീന ബേ സാൻഡ്സ് ഒക്കെ കാണാൻ കേട്ടോ. അങ്ങനെ നമുക്കിങ്ങനെ ഫുള്ള് സിംഗപ്പൂർ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഗാർഡൻസ് ബൈ ദ ബേ എല്ലാവരും സിംഗപ്പൂരിൽ പോകുമ്പോൾ കാണണം.